Mr. Arun Hello, Arifin. hello, hello. I'm Malvika Mohan. Welcome to Walk with Me. Thank you. അപ്പം നമ്മൾ എന്താ പറയുക കോർഡോണിൻ്റെ ഒരു ഫെസിലിറ്റിയിൽ തന്നെ നിന്നാണ് സംസാരിക്കുന്നത്. സോ ബിഫോർ വി ഗെറ്റ് ഇൻ ടു മോർ ഡീറ്റെയിൽസ്, ഇപ്പം കോർഡോൺ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ്സ് ഇൻ ട്രിവാൻഡ്രം ഇൻ ദി റിയൽ എസ്റ്റേറ്റ് ലാൻഡ്സ്കേപ്പ്. എങ്ങനെയായിരുന്നു അവിടോട്ടുള്ള യാത്ര? കോർഡോണിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഞങ്ങൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ കഴിഞ്ഞ ഒരു 40-45 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന കോർഡിയൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വൺ ഓഫ് ദ ഡയറക്ടേഴ്സിൻ്റെ മകനാണ് ഞാൻ. കോർഡിയൽ 1982 മുതൽ ട്രിവാൻഡ്രത്തും കേരളത്തിൽ ഒട്ടനേകം കെട്ടിടങ്ങൾ ബിൽഡിങ്സ് ചെയ്ത ഒരു കമ്പനിയാണ്. 2005 എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാനും കോർഡിയൽ ജോയിൻ ചെയ്തു. കോർഡിയൽ നടത്തിക്കൊണ്ടിരുന്ന അച്ഛനും ചിറ്റപ്പന്മാരും കൂടാണ്. അപ്പോൾ അവരുടെ കൂടെ ജോയിൻ ചെയ്യുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2011 സമയത്തൊക്കെ സ്വന്തമായിട്ടൊരു കമ്പനി ചെയ്യണമെന്നുള്ള ധാരണയിലാണ് നമ്മൾ ഈ ഒരു പ്രസ്ഥാനം സ്വന്തമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർഷിപ്പിന് ഉള്ളൊരു ചാൻസ് നമുക്കും കൂടെ കിട്ടണം എന്നുള്ള ധാരണയിൽ ഇതേ ഫീൽഡിൽ തന്നെ നമ്മളൊരു കമ്പനി തുടങ്ങിയതാണ്. അതിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അച്ഛനാണ് അയ്യപ്പൻ ഉണ്ണിത്താൻ. ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. എൻ്റെ അമ്മ ഉഷ ഉണ്ണിത്താൻ ഡയറക്ടറാണ്. സിസ്റ്റർ ദിവ്യ വിശ്വനാഥ്, അദ്ദേഹം ഡയറക്ടറാണ് ഓപ്പറേഷൻസിൻ്റെ. ഇത് ഞങ്ങൾ നേരത്തെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ജോലി വേറൊരു ബ്രാൻഡിൽ ചെയ്യുന്നതേ ഉള്ളൂ. കോർഡിയയിൽ നിന്ന് കോർഡനിലേക്കുള്ള ജസ്റ്റ് ഒരു പേര് മാറ്റേ ഉള്ളൂ. ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സെയിം പ്രൊഫഷൻ വേറെ ബ്രാൻഡിൽ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം കോർഡോൺ ഇപ്പം വന്നിട്ട് 15 കൊല്ലമായി. ഞങ്ങളുടെ ഇത് ആക്ച്വലി 15ാമത്തെ കൊല്ലമാണിത്. ഒരു 2 ആഴ്ച മുമ്പ് അതിൻ്റെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. Congratulations. Thank you. എത്ര how many projects have you completed? How rich are you in terms of the number of projects? നമുക്ക് 2012 മുതൽ നാളിതുവരെ ഞങ്ങൾ 19 പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കോൺട്രാക്ട് ചെയ്ത പ്രോജക്റ്റും ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ചെയ്ത പ്രോജക്റ്റും ഉണ്ട്. ഏറെക്കുറെ 12 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഇപ്പോൾ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിപ്പോൾ ഒരു 4 ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ പണി നടക്കുകയാണ്. ഇനി ഈ കൊല്ലം തന്നെ ഒരു 3.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ ലോഞ്ച് ഉണ്ട്, ഒരു 3-4 പ്രോജക്റ്റൊക്കെ ആയിട്ട്. ഇപ്പം അതായത് ഒരു എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 4 പ്രോജക്റ്റ് നടക്കുന്നു. ഇനി ഈ വർഷം തന്നെ നമുക്കൊരു 3 പ്രോജക്റ്റും കൂടെ ലോഞ്ച് ചെയ്യാനും ഉണ്ട്. അപ്പോൾ ഒരു ബൈ എൻഡ് ഓഫ് 2026 ഞങ്ങൾ ഏറെക്കുറെ ഒരു 18 ലക്ഷം സ്ക്വയർ ഫീറ്റോളം നമ്മുടെ കയ്യിൽ അണ്ടർ കൺസ്ട്രക്ഷനും ഡെലിവേർഡുമായിട്ട് കാണും. 18 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഞങ്ങളുടെ ഒരു ഈ കമ്പനിയുടെ പ്രൊഫൈലിൽ തന്നെ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റോക്ക്. സോ എന്താണ് ഇപ്പോൾ ഒരാൾ വീട് വാങ്ങിക്കാൻ വരുന്ന ഒരു ഹോം ബയറിൻ്റെ, ഇപ്പം ഒത്തിരി ഹോം ബയേഴ്സിനെ കാണുന്ന ഒരാളാണ്. എന്താണ് അവരുടെ ഒരു ഇനീഷ്യൽ റിക്വയർമെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? പ്രധാനമായിട്ടും ആൾക്കാർക്ക് തിരുവനന്തപുരം ഒരു വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള സിറ്റിയാണ്. അപ്പം നേരത്തെ ഉള്ള ഒരു സിനാരിയോ മാറിയിട്ട് ഇവിടുത്തെ ലാൻഡ് കോസ്റ്റ് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പം കവടിയാർ കുറവങ്കോണം അല്ലെങ്കിൽ വഴുതക്കാട്, ശാസ്തമംഗലം, വെള്ളയമ്പലം തുടങ്ങിയ മേഖലകളിലൊന്നും നമുക്കിപ്പം, കാരണം അതെല്ലാം കമേഴ്ഷ്യലൈസ്ഡ് ആയിരിക്കും. നേരത്തെ ഇതെല്ലാം റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു. അപ്പോൾ ഒരു സെൻറ്റിന് ഇപ്പോൾ ഒരു 50 മുതൽ 75 ലക്ഷം രൂപ വരെ വിലയുണ്ട് ഒരു സെൻറ്റിന്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ്, അത്തരത്തിലുള്ള ലാൻഡ് കോസ്റ്റ് നിലനിൽക്കുമ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചൊരു വീട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരു 15 വർഷം മുമ്പുള്ള ഒരു കാലഘട്ടത്തിലെ പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് റിയൽ എസ്റ്റേറ്റ് കുറച്ചുകൂടെ നമുക്ക് ആക്റ്റീവായിട്ട് വന്നത്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പർച്ചേസേഴ്സിന് എപ്പോഴും താല്പര്യം എന്ന് പറഞ്ഞാൽ ലൊക്കേഷനാണ്. നല്ല ലൊക്കേഷനുള്ളൊരു പ്രോജക്റ്റ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം അവർക്ക് ബഡ്ജറ്റാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 3-4 ജനറേഷനിലുള്ള ആൾക്കാരെ നമ്മൾ കേറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ജനറേഷനും ഓരോ ആവശ്യങ്ങളാണ്. ഇപ്പം യൂത്ത് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സീനിയർ സിറ്റിസൺസ് ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഏറ്റവും എലമെൻ്റലായിട്ടുള്ളൊരു പാർട്ടാണ് ഈ കുഞ്ഞുങ്ങൾ എന്നുള്ളത്. കാരണം ഇപ്പം പഴയ പോലല്ല, അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളെയും കൂടെ കാണിച്ച് ആ കുഞ്ഞുങ്ങൾക്കൂടെ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടാൽ അവരത് എടുക്കത്തുള്ളൂ. നേരത്തെ ഇതൊരു ഒരു കുടുംബത്തിലെ എൽഡേഴ്സ് മാത്രം എടുക്കുന്നൊരു തീരുമാനമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ 4 കാറ്റഗറിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകളാണ് എല്ലാ ബിൽഡറും ഒരു രൂപകൽപ്പന ചെയ്യേണ്ടത്. നമ്മളും ഈ പറഞ്ഞ പോലെ തന്നെ ഈ 4 കാറ്റഗറിയും കേറ്റർ ചെയ്യാനായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉള്ള പ്രോജക്റ്റാണ് നമ്മളും ചെയ്യുന്നത്.
പിന്നെ ഹോം ബയേഴ്സിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അത് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. നമുക്കിപ്പോൾ ചിലർക്ക് ലൊക്കേഷണൽ ഇമ്പോർട്ടൻസ് കാണും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ചിലർക്ക് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ കാണും, എനിക്ക് 1 കോടി രൂപ വരെ എനിക്കൊരു വീടിന് ചിലവാക്കാം. ചിലർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളിനടുത്തോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നൊരു പ്ലേസിനടുത്തോ ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് ഒരെണ്ണം വാങ്ങിച്ചിട്ടേക്കാം. നമുക്ക് വല്ലപ്പോഴും അവിടെ പോയി താമസിക്കാം, അല്ലെങ്കിൽ അത് വാടകയ്ക്ക് കൊടുത്ത് റിട്ടേൺസ് എടുക്കാം. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും വേണ്ട, നമ്മൾ റിട്ടയർമെൻ്റ് എല്ലാം ആയി നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാനായിട്ടൊരു കമ്മ്യൂണിറ്റി നല്ലത് വേണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കാരണം ഈ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയും തനിച്ചാണെങ്കിൽ നമ്മളൊരു 25 സെൻറ്റിലൊരു വലിയ വീട് അവരൊറ്റയ്ക്ക് താമസിക്കുന്ന സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തെങ്കിലും രാത്രിയിൽ ഒരു അബദ്ധം പറ്റിപ്പോയി കഴിഞ്ഞാൽ പോലും പുറത്തുനിന്ന് ആരെങ്കിലും ചെന്ന് സഹായിക്കും എന്നുള്ളത് വളരെ റിമോട്ടായിട്ടുള്ളൊരു ചാൻസ് പോലും ഇല്ലാത്ത വിഷയമാണ്. പക്ഷേ ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിൽ നമ്മളിപ്പം ഒരു ഈ പറഞ്ഞ പോലെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ്, കുഞ്ഞുങ്ങൾ കാണും. അപ്പോൾ അവർക്ക് താഴെ മുകളിലായിട്ടൊരു എപ്പോഴും ഒരു കണക്റ്റ് കാണും. ആ ഒരു കണക്റ്റ് നമുക്ക് സീനിയർ സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമുള്ളൊരു വിഷയമാണ്. ചിലപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും പ്രായമായി കഴിഞ്ഞാൽ ഒറ്റയ്ക്കാവുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർക്കും ഈ പറഞ്ഞ പോലെ അവരുടെ ചോയ്സ് ചിലപ്പം ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിനടുത്തോ അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് അവർക്ക് സ്ഥിരമായിട്ട് പോകുന്ന ഏതെങ്കിലും സ്ഥലത്തിനടുത്ത് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ലൊക്കേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഡിഫർ ചെയ്യും. ആ ഡിഫർ ചെയ്യുന്നതിനെ മനസ്സിലാക്കി നമ്മൾ പ്രോജക്റ്റ് കൊണ്ടുപോകണം. അതിലാണ് ഒരു ബിൽഡറുടെ ഒരു കഴിവ്, പ്രൊഫഷണൽ കഴിവ്. ആ ഒരു കേറ്റർ ചെയ്യുന്ന സമൂഹത്തിന് കറക്റ്റായിട്ടുള്ള പ്രോജക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് ആദ്യം ബിൽഡർക്ക് അതിനെപ്പറ്റി ഒരു അവയർനെസ് വേണം, എന്തായിരിക്കും ആൾക്കാരുടെ ആവശ്യം എന്നുള്ളത്. അപ്പോൾ ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളും ഓരോ സമയം കഴിയുമ്പോൾ അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇതൊരു ഫിക്സഡ് ട്രെൻഡല്ല. അപ്പം നമ്മൾ പണ്ട് സിനിമയുടെ കാര്യം പറഞ്ഞല്ല, നമ്മൾ പണ്ട് കാണുന്നതെല്ലാം കുടുംബ പശ്ചാത്തലത്തിലുള്ള സിനിമകളായിരുന്നു. ഇപ്പോൾ വാത്സല്യം അങ്ങനത്തെ പഴയ പടങ്ങളൊക്കെ നമ്മൾ കണ്ട് കരഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ വാത്സല്യം പോലത്തെ സിനിമ എടുത്തുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഓടണമെന്നില്ല. ഇന്നിപ്പോൾ ആവേശം അല്ലെങ്കിൽ തരംഗം എന്നൊക്കെ പറഞ്ഞ് വേറെ ഒരു, കാരണം ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുന്നു, അവരുടെ കൺസെപ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറുന്ന കൺസെപ്റ്റിനനുസരിച്ച് ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുള്ള ഒരു സംഗതിയാണ് ഈ ഫ്ലാറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മൾ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. നേരത്തെ ഒരു 2 ബെഡ്റൂമിൻ്റെ ആവറേജ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1200, 1210 ആയിരുന്നു, അല്ലെങ്കിൽ 1250. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പറയുന്നത് വെച്ചാൽ അവർക്ക് അത്രയും സ്പേസ് 2 ബെഡിന് വേണ്ട, 750 സ്ക്വയർ ഫീറ്റ് മതി. അപ്പോൾ നമ്മൾ ആ അഭിപ്രായത്തിനെ മാനിച്ച് 750 അല്ലെങ്കിൽ 800 2 ബെഡും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതൊരു ഫിക്സഡ് ആയിട്ട് നമുക്ക് ഒരു ഇന്നതായിരിക്കും എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. വെരി ഫ്ലൂയിഡ് ആണ്, ഭയങ്കര ഫ്ലൂയിഡാണ്. കാരണം ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇനി അവരെന്തായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആക്ച്വലി നമുക്കും അറിയത്തില്ല. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റായിട്ട് നമ്മൾ ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് അവരുടെ താല്പര്യങ്ങൾ പഠിച്ച് ആ താല്പര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ ആ പ്രോജക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷേ അടുത്ത പ്രോജക്റ്റിൽ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എന്താണ് ഇപ്പം നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇപ്പം ലൈക്ക് യു സെഡ് ഇപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഹോംവർക്ക് എന്താണ്? ലൈക്ക് ഫിഗറിങ് ഔട്ട് ദ സ്പേസ്, ഏരിയ, ലൊക്കേഷൻ, പിന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ, ക്വാളിറ്റി, ഇത് എങ്ങനെയാണ്? ഹൗ ഡു യു പ്ലാൻ ദ ഹോൾ തിങ്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബേസിക്കലി നമ്മൾ ആദ്യം ചെയ്യുന്ന വെച്ചാൽ ഈ പ്രോജക്റ്റിനകത്ത്, ഇപ്പോൾ ഇതൊരു പ്രോജക്റ്റാണ് നമ്മൾ, അപ്പോൾ ഈ പ്രോജക്റ്റിനകത്ത് നമ്മളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ സിറ്റിക്കകത്ത് തന്നെ ആംഫി തിയേറ്റർ ഒരു 10-30 സെൻറ്റ് സ്ഥലത്തോളം അമ്യൂണിറ്റീസിന് വേണ്ടി വിട്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റായത്. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ഒരു പ്രോജക്റ്റിൽ ഇതില്ല. ഞാനെല്ലാം ചെയ്തിരിക്കുന്ന സിറ്റിക്കകത്ത് 50 സെൻറ്റ് സ്ഥലത്ത് എനിക്ക് എത്രമാത്രം അടിച്ചു പൊക്കാൻ പറ്റുമോ അത്രമാത്രം അടിച്ചു പൊക്കി ഒരു മൂവ്മെൻറ്റ് സ്പേസ് ഇല്ലാത്ത കുറേ പ്രോജക്റ്റുകൾ ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കോവിഡ് വന്നതിന് ശേഷം, നമ്മളെല്ലാം വീട്ടിനകത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സെ കണ്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് വീടിന് വെളിയിറങ്ങാൻ നിവൃത്തിയില്ല. റോഡിലോട്ട് ഇറങ്ങിയാൽ പോലീസ് പിടിക്കും, അവർക്ക് അപ്പുറം ഇപ്പുറം പോയിരിക്കാനായിട്ടൊരു ഓപ്പൺ സ്പേസ് ഇല്ല. അപ്പോൾ കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിത് ലോഞ്ച് ചെയ്യുന്നത്. ഈ പ്രോജക്റ്റ് ആക്ച്വലി ഞങ്ങൾ 3 ടവർ പ്ലാൻ ചെയ്തതാണ്. 2 ടവറായിട്ട് ചുരുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡിന് ശേഷം നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് വെളിയിലിറങ്ങി ശ്വസിക്കാനും നടക്കാനും ഒക്കെയുള്ള സൗകര്യം നമ്മൾ ആ പ്രോജക്റ്റിൽ തന്നെ കൊടുക്കണം. അതൊരു ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വിഭാവനം ചെയ്തൊരു പ്രോജക്റ്റാണ് ഈ ഇമ്പീരിയൽ ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രോജക്റ്റ്. അപ്പോൾ ഇതിൽ ആംഫി തിയേറ്റർ ഉണ്ട്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്, നമുക്ക് ഓപ്പണായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ വിട്ടിട്ടുണ്ട്, ഗാർഡൻ ഏരിയ ഉണ്ട്, പിന്നെ ബാസ്കറ്റ്ബോൾ കോർട്ട്, ബാഡ്മിൻ്റൺ കോർട്ട്, അങ്ങനെ
നമുക്ക് കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം സാധനങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പെർഫോമിംഗ് ആർട്സിന് വേണ്ടി ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഒരു തിയേറ്റർ മോഡൽ. അപ്പോൾ ഇതൊരു ഇന്നോവേഷനിൽ കൂടെ വന്ന വിഷയമാണ്. നമ്മുടെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഓപ്പൺ സ്പേസ് ഉള്ള പ്രോജക്റ്റ് വേണമെന്ന് തോന്നി. ഇത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ ലോഞ്ച് ചെയ്ത പ്രോജക്റ്റ് വേറൊരു ടൈപ്പ് പ്രോജക്റ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ ക്വസ്റ്റ്യനും പറഞ്ഞത്. ഇത് കോൺസ്റ്റൻ്റായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനോട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾ അടുത്ത പ്രോജക്റ്റിലെങ്കിലും പരിഹരിക്കാൻ പറ്റുക എന്നുള്ളൊരു വിഷയം മാത്രമേ എനിക്കറിയാവുന്നിടത്തുള്ള റിയൽ എസ്റ്റേറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് ബേസിക്കലി ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്? ഒരു ബയർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. ബിൽഡർ ഇതിൽ താമസിക്കുന്നില്ല. ബയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി എന്താണെന്ന് നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് അവരുമായിട്ട് സംസാരിച്ച് അവർ ചിലപ്പോൾ ആ പ്രോജക്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ അടുത്ത പ്രോജക്റ്റിൽ അത് ഉൾപ്പെടുത്തിയിട്ട് അവരെ അറിയിക്കുക. ശരി, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഞങ്ങളുടെ അടുത്തൊരു പ്രോജക്റ്റ് ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ പ്രോജക്റ്റിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് നോക്കുക. നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. പിന്നെ പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഈ പറഞ്ഞ പോലെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറുടെ ഷൂസിൽ നിന്ന് ആലോചിക്കും. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ താമസിക്കുമോ, എന്തൊക്കെയാണ് പ്ലസ് പോയിൻറ്റ്സ്, എന്തൊക്കെയാണ് മൈനസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസും കൂടെ നമ്മൾ ഇതിനകത്ത് കൂട്ടിക്കലർത്തി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ലൊക്കേഷൻ സെയിലബിൾ ആണോ ഇല്ലയോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ പ്രൈസാണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊരു വലിയ ബഡ്ജറ്റ് അപ്പാർട്ട്മെൻറ്റുകളെക്കാളും കൂടുതൽ സെല്ല് ചെയ്ത് പോകുന്നത് ലൈക്ക് സാധാരണക്കാർക്ക് കേറ്റർ ചെയ്യുന്നൊരു കമ്പനി എന്നുള്ള രീതിയിൽ നമുക്കൊരു ഹൈ എൻഡ് വാല്യൂ പ്രൊഡക്ട്സ് അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു 45 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള ഫ്ലാറ്റുകളെ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനൊരു കാറ്റഗറി ഓഫ് പീപ്പിളുണ്ട്. അവർക്കിത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും കൂടെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഒരു ഡെയിലി നമ്മൾ സംസാരിക്കുകയും അവരുടെ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ സെഷൻ കഴിഞ്ഞു. അതായത് എന്തെല്ലാം വേണം. അപ്പം ആദ്യം നമുക്ക് ലൊക്കേഷനായി, ആ പ്രോജക്റ്റിൽ എന്തെല്ലാം വേണം എന്നുള്ളതായി. ഇനി ഈ 2 കാര്യങ്ങളും കൂടെ വെച്ചുകൊണ്ട് നമ്മളൊരു ആർക്കിടെക്റ്റിനെ സമീപിച്ച് കഴിഞ്ഞാൽ അവർ നമുക്കിതിൻ്റെ ഒരു പിക്ചറിസ്റ്റിക് വ്യൂ അവർ റെഡിയാക്കി തരും. അപ്പം അതിനകത്ത് നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് 100% ആണ്. കാരണം ആർക്കിടെക്റ്റിനെ കൊണ്ട് എന്തെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ ലഭിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം അദ്ദേഹം ഉൾപ്പെടുത്തണം അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഉൾപ്പെടുത്തി അവർ വരച്ചു തരുന്നൊരു സാധനം വീണ്ടും നമ്മളൊരു 3 മാസത്തോളം അല്ലെങ്കിൽ 2 മാസത്തോളം നമ്മുടെ ആൾക്കാർ റിവ്യൂ ചെയ്ത് അതിനകത്ത് ചെറിയ നിക്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ടുപിടിച്ച് അത് വീണ്ടും ഒന്നുകൂടെ ഫിൽട്ടർ ചെയ്താണ് നമ്മളൊരു ഫൈനൽ പ്ലാൻ റെഡിയാക്കുന്നത്. അപ്പോൾ ആ ഫൈനൽ പ്ലാൻ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ള സർവീസസ് പാർട്ടിലേക്ക് വിടും. പ്ലംബിങ്, ഇലക്ട്രിക്കൽ, അങ്ങനത്തെ ഒരുപാട് സർവീസസ് ആവശ്യമുണ്ട് ഇതിനകത്ത്, ഫയർ. അപ്പോൾ ആ സർവീസസ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണോ, വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ടോ, ഇലക്ട്രിസിറ്റി നമുക്ക് തടസ്സമില്ലാതെ കിട്ടുമോ. തിരുവനന്തപുരത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ തലവേദനയല്ല. കാരണം നേരത്തെ തന്നെ ഒരു 60% ട്രിവാൻഡ്രം സിറ്റിയിലെ 100 വാർഡുകളിൽ ഒരു 60% സുവേജ് ഉണ്ട്. കഴക്കൂട്ടത്ത് അങ്ങനത്തെ 1-2 സ്ഥലത്തേ ഉള്ളൂ അവൈലബിൾ അല്ലാത്തത്. ബാക്കി ഇവിടെ സിറ്റിക്കകത്തല്ലേ ഏറെക്കുറെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷയം വലിയ കാര്യമായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞത് അങ്ങനെ എല്ലാ വിഷയങ്ങളും നമ്മൾ പഠിക്കേണ്ടി വരും. ഇപ്പോൾ സുവേജിൻ്റെ ഇതിപ്പോൾ ഉള്ള പ്രോജക്റ്റ് ആണെങ്കിൽ ഇല്ലാത്ത വേറെ 3 പ്രോജക്റ്റ് കാണും. അപ്പോൾ ഇത്തരത്തിലുള്ള സർവീസസ് എല്ലാം അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊരു എലിവേഷനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം തയ്യാറാക്കി നമ്മൾ അപ്രൂവൽസ് എല്ലാം എടുക്കും. സ്റ്റാറ്റ്യൂട്ടറി അപ്രൂവൽസ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഏറെക്കുറെ 9 ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഒരേ നൂലിൽ കൊണ്ടുപോയി വേണം നമുക്കൊരു അപ്രൂവൽ എടുക്കാനായിട്ട്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെറയുടെ നോട്ടിഫിക്കേഷനുണ്ട്. റെറയുടെ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കാം. അതായത് മാർക്കറ്റിങ്ങിന് വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് തുല്യമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഇതിനകത്തുണ്ട്. അതായത് ഇതിങ്ങനെ കിടന്ന് ഒരു പ്രോജക്റ്റിൻ്റെ അപ്രൂവലിന് വേണ്ടി നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കൊല്ലമൊക്കെ എടുക്കും. അപ്പോൾ 1 കൊല്ലം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 12 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മളതിനെ ഇൻക്യുബേഷനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിൽ ഈ പറഞ്ഞ എല്ലാ സർവീസസും ബാക്കിയുള്ള പോർട്ട്ഫോളിയോസ് എല്ലാം മനസ്സിലാക്കി ഇത് ചെയ്ത് വരുമ്പോഴേക്കും ഇത്രയും പേരുടെ തോട്ട് പ്രോസസ്സ് ഇതിനകത്ത് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിന് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള പ്രൊജക്റ്റുകളായിട്ട് ഏത് ബിൽഡറുടെ, ഇപ്പോൾ എൻ്റെ മാത്രമല്ല ഏതൊരു ബിൽഡറുടെയും അതങ്ങനെ ഒരു സൂട്ടബിളായിട്ട് പ്രോജക്റ്റായിട്ട് അത് മാറും. ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, എല്ലാ ബിൽഡേഴ്സും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. എൻ്റെ അറിവുള്ള കാരണം ക്രെഡായി എന്ന് പറഞ്ഞ സംഘടനയുടെ പ്രസിഡൻ്റാണ് ഞാൻ. അതിനകത്ത് തന്നെ 45 മെമ്പർമാരുണ്ട്. ഏറെക്കുറെ എല്ലാവരുടെയും ആക്ടിവിറ്റി ഞാൻ ഈ പറഞ്ഞത് തന്നെ. അപ്പോൾ ഒരു കൊല്ലത്തോളം ഉള്ള തോട്ട് പ്രോസസ്സിൻ്റെ
ഇപ്പോൾ നമ്മൾ സിനിമ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറേ നാൾ കുറേ ആൾക്കാർ ഇതിൻ്റെ പുറകിലിരുന്ന് കുത്തിയിരുന്ന് വർക്ക് ചെയ്ത് ആ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏത് സ്റ്റേജിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ 12 മാസം എന്ന് പറയുന്നത്, ഐ എം ഗെസ്സിങ് ദാറ്റ് ഇസ് വാട്ട് യു മീൻ ബൈ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാനുള്ള സമയം അല്ലേ? അപ്പം അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം നമ്മളൊരു സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതൊരു പ്രോജക്റ്റായിട്ട് ആളുകളിൽ എത്തിക്കുന്നത് ഏത് സ്റ്റേജിലാണ്? ആളുകളിൽ എത്തിക്കുന്ന ഈ റെറയുടെ അപ്രൂവലും കൂടെ കിട്ടിയതിന് ശേഷം അത് നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ അത് ദാറ്റ് വിൽ ടേക്ക്, ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 12 to 14 months എടുക്കുക. കാരണം ഇപ്പോൾ ഇതിനകത്ത് കോർപ്പറേഷനിൽ നിന്നുള്ള പെർമിറ്റ് വേണം, ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പെർമിറ്റ് വേണം, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നുള്ള പെർമിറ്റ് വേണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ സംസാരിച്ചല്ലോ, വാട്ടറിൻ്റെയും സുവേജിൻ്റെയും KSEBയുടെ അവൈലബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം, എയർപോർട്ട് അതോറിറ്റിയുടെ ക്ലിയറൻസ് വാങ്ങിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഈ പൈലിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമല്ലോ ഒരു സൈറ്റിൽ. അപ്പോൾ അതിന് വേണ്ട പ്രിക്കോഷണറി മെഷേഴ്സ് എല്ലാം ലീഗലായിട്ട് എടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ റെറയെ കൊടുക്കുക. അപ്പോൾ റെറയിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രോജക്റ്റ് ഈ പറഞ്ഞ എല്ലാ ഗവൺമെൻറ് പേപ്പറുകളും ഉണ്ടോ എന്നുള്ളത് അവരാദ്യം ചെക്ക് ചെയ്യും. ആ പ്രോസസ്സ് തന്നെ ഒരു 1.5 മാസം എടുക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏറെക്കുറെ ഈ പറഞ്ഞ 12 months ആവും. ഈ 12 monthsനകത്ത് നമുക്ക് കിട്ടുന്ന പ്രോജക്റ്റുകളും ഉണ്ട്. പക്ഷേ ഇൻ ജനറൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മാസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. റൈറ്റ് ഫ്രം പർച്ചേസ് ഓഫ് ദ പ്രോപ്പർട്ടി ടു ഈ പറഞ്ഞ പോലെ അപ്രൂവൽ. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് വിടുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ അപ്രൂവലിന് ശേഷമാണ്. അപ്പോൾ പിന്നെ ഇത് 3-4 പ്രാവശ്യം ഇത് സ്ക്രൂട്ടനൈസ് ചെയ്ത് കഴിഞ്ഞു. ഗവൺമെൻറ് ഇതെല്ലാം തന്നെ 3-4 ഏജൻസികൾ, ഇപ്പോൾ ഒരു ഏജൻസി കൊടുത്തു കഴിഞ്ഞാൽ ആ പേപ്പറും കൂടെ ചേർന്നിട്ട് വേണം അടുത്ത ഏജൻസി പോകാൻ. അപ്പോൾ അവർ ഈ പ്രീവിയസ് ഏജൻസി ചെക്ക് ചെയ്ത കാര്യങ്ങൾ വീണ്ടും അവർ ചെക്ക് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് 4-5 ഏജൻസികൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ആണ് ഈ കസ്റ്റമറിലേക്ക് പോകാനായിട്ടുള്ള പാകത്തിന് ഒരു പ്രോജക്റ്റ് ആകുന്നത്. അപ്പോൾ 12 മാസം ആവറേജ് നമ്മൾ കണക്ക് കൂട്ടണം. ഓൾസോ ഇപ്പം പണ്ടൊക്കെ നമ്മൾ കാണുകയെന്ന് വെച്ചാൽ ഒരു വീടിന് സ്ഥലം കണ്ടു, നമ്മൾ തന്നെ അത് കൺസ്ട്രക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു ഓപ്ഷനായിരുന്നു കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വീടുകൾ മേടിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇപ്പം പലരും വീട് മേടിക്കുന്നത് അത് പേപ്പറിൽ കണ്ടില്ല. യു ജസ്റ്റ് സീ ഇറ്റ് ഓൺ പേപ്പർ ആൻഡ് പ്രോബ്ലി ഓൺ എ സ്ക്രീൻ ആസ് ടു ഹൗ ദ പ്ലേസ് വുഡ് പ്രോബബ്ലി ലുക്ക്. അപ്പോൾ അവിടെ ഐ ബിലീവ് ട്രസ്റ്റ് ഇസ് എ ഹ്യൂജ് ഫാക്ടർ അല്ലേ? ആസ് എ കൺസ്ട്രക്ഷൻ കമ്പനി ആ കോർഡോണിലെ പടം വരച്ച് വെച്ചിരിക്കുന്ന പോലത്തെ വീട് എനിക്ക് കിട്ടും എന്നുള്ളൊരു ട്രസ്റ്റ് യു ഹാവ് ടു ബിൽഡ് ഓവർ സോ മെനി ഇയേഴ്സ് അല്ലേ? അപ്പം ഈ ട്രാൻസാക്ഷൻ എങ്ങനെ, ഹൗ ഡു യു ഹാൻഡിൽ ദാറ്റ്? കാരണം ഒരാൾ അതും ഇത്രയും വർഷം ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാനാണൊരു വീട് വാങ്ങിക്കുന്നതെങ്കിൽ പ്രോബബ്ലി ഞാൻ ആലോചിക്കുക ഐ മൈറ്റ് ബി ഓക്കെ വിത്ത് ഇറ്റ്. ഓക്കെ, നമ്മൾക്ക് ഒരു സൈറ്റ് ഉണ്ട്, അവിടെ ഇതാണ് പ്ലാൻ, ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് പ്രോബ്ലി മൈ പേരൻസ് വുഡ് ബി തിങ്കിങ്, അയ്യോ ഇതെങ്ങനെ എയറിൽ ഇപ്പോൾ ഒന്നും ആയിട്ടില്ലല്ലോ, ലൈക്ക് പൈലിംഗ് പോലും നടന്നിട്ടില്ലല്ലോ. സോ ഹൗ ഡു യു, അപ്പോൾ അങ്ങനത്തേത് എങ്ങനെയാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ട്രസ്റ്റ് ഇഷ്യൂസ് എങ്ങനെയാണ്? അല്ല, അതായത് ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ ഒരു പ്രോജക്റ്റ് സൈറ്റ് നമ്മൾ ആദ്യം വന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മാളവിക പറഞ്ഞ പോലെ ഈ സംശയം തോന്നും. കാരണം ബാരൻ ലാൻഡായിട്ട് തോന്നുന്നു. ചിലപ്പോൾ കോടിക്കണക്കിന് രൂപയ്ക്ക് പൈലടിച്ചിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതൊരു 2-3 നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു കെട്ടിടത്തിൻ്റെ രൂപത്തിലേക്ക് ആൾക്കാർ, എന്ന് വെച്ചാൽ സാധാരണ ആൾക്കാർ ഇതിനെ കാണുകയുള്ളൂ. പക്ഷെ ഇതിനകത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ഇതിനുള്ള സമയമുണ്ടോ എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് പഴയ പോലെ അല്ല, ആൾക്കാരുടെ ഒക്കെ ശമ്പളത്തിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു 15 കൊല്ലം മുമ്പുള്ള തിരുവനന്തപുരം നഗരമല്ല ഇന്ന് നമ്മൾ കാണുന്നത്. ഭയങ്കരമായിട്ട് മാറി. കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഒരു അച്ഛന് മാത്രം ജോലി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്നിപ്പോൾ അമ്മയ്ക്ക് ജോലിയുണ്ട്, അപ്പോൾ മകനോ മകളോ ഉണ്ടെങ്കിൽ അവർക്കൊരു ജോലിയുണ്ട്. ഈ കുട്ടികൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന അവരുടെ പാർട്ട്നേഴ്സിനൊരു ജോലിയുണ്ട്. അപ്പോൾ ഒരു ഇൻകം ഉള്ള വീട്ടിൽ നിന്ന് 4 ഇൻകം ഉള്ള ഗ്രൂപ്പിലേക്ക്, ഒരു 4 ഇൻകം ഉള്ള വീട്ടിലേക്ക് മാറുന്ന സിറ്റുവേഷനാണ് തിരുവനന്തപുരത്ത് പൊതുവേ കാണുന്നത്. കാരണം തിരുവനന്തപുരത്ത് ബിസിനസ്സുകാർ കുറവാണ്, ഈ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ കൂടുതൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവരാലോചിക്കുന്ന വെച്ചാൽ ഇപ്പം ആക്ച്വലി അവരാലോചിക്കേണ്ടതല്ല, നമ്മൾ അവരോട് പറയേണ്ട കാര്യം, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ നമ്മളൊരു ഒരു ട്രൈ മെത്തേഡിൽ, അതായത് നിങ്ങളൊരു പ്ലോട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഈ പ്ലോട്ട് എങ്ങനെ വാങ്ങിക്കണം എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. ഐ മീൻ പൈസ കൊടുത്താൽ വസ്തു കിട്ടും, അങ്ങനല്ല. ഇതിൻ്റെ ലീഗൽ ആസ്പെക്ട്സ് ഒന്നും നമുക്ക് ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല ഏത് സോണിൽപ്പെട്ട സ്ഥലമാണ്. ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സ്ഥലം ഇൻഡസ്ട്രിയൽ സോണിൽപ്പെട്ടതാണെങ്കിൽ അവിടെ ബിൽഡിംഗ് റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വെറ്റ്ലാൻഡ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഐ മീൻ അറിയാവുന്ന ആൾക്കാർ കാണാം, പക്ഷെ സാധാരണക്കാരന് ഒരാൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടത്തില്ല. അപ്പോൾ ഏതൊരു തൊഴിലിലും ഒരു പ്രൊഫഷണലിസം ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നതോ അല്ലെങ്കിൽ ഒരു നമ്മളെന്തിനാ ഒരു കണ്ണിൻ്റെ അസുഖം വന്നാൽ നമ്മൾ
ഒരു ജനറൽ ഒരു മെഡിസിൻ പഠിച്ച ആളുടെ അടുത്തല്ലല്ലോ പോകുന്നത്. നമ്മൾ ഒപ്താൽമോളജി പഠിച്ചൊരു സ്പെഷ്യലിസ്റ്റിൻ്റെ പോകും. അപ്പം നമുക്കൊരു ചെവിവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ENT സ്പെഷ്യലിസ്റ്റിന് പോകും. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇതൊരു സ്പെഷ്യലൈസ്ഡ് ജോബാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ബിൽഡേഴ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അത്ര ഒരു ഇൻഫർമേഷൻ വേറെ ഒരാളുടെയും കാണില്ല. കാരണം നമുക്ക് ഈ ആധാരം വായിച്ചു വെക്കാനായിട്ടുള്ള അറിവുണ്ട്, അങ്ങനെ അറിവുള്ള ആൾക്കാരുണ്ട്. ബിൽഡേഴ്സിന് തന്നെ കുറേയൊക്കെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു ആധാരം വായിച്ചു നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ ഇനി ഈവൻ ഇഫ് അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ഇല്ലെങ്കിൽ പോലും ആധാരം വായിച്ച് മനസ്സിലാക്കാനുള്ളത് വില്ലേജ് ഓഫീസുകൾ, അതായത് റവന്യൂ റെക്കോർഡ്സ് പരിശോധിച്ച് ഈ പുരയിടത്തിൻ്റെ തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറ്റ് ലാൻഡാണോ അല്ലെങ്കിൽ ഇത് ഡ്രൈ ലാൻഡാണോ, ഇത് വേറെ എന്തെങ്കിലും കമേഴ്ഷ്യൽ സോണിൽപ്പെട്ട വേറെ ഏതെങ്കിലും സോണുകളിൽപ്പെട്ട ലാൻഡാണോ, ഇതെല്ലാം നോക്കാനായിട്ടുള്ള എക്സ്പെർട്ടൈസ് കാണും. ഇത് ഈ പുരയിടത്തിൻ്റെ ഒരു രൂപം നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പർച്ചേസ് ചെയ്യാനുള്ള നൂലാമാലകളാണ്. പിന്നെ ലീഗൽ റിപ്പോർട്ട് എടുക്കണം, എൻക്യുംബ്രൻസ് എടുക്കണം, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വയം നടക്കണം. ഇനി ഇത് വാങ്ങിക്കാനായിട്ട് സ്റ്റാമ്പ് പേപ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കാൻ നടക്കണം, രജിസ്ട്രേഷൻ ടോക്കൺ എടുക്കണം. ഇതെല്ലാം ആദ്യത്തെ ഞാൻ പറയുന്ന ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള പ്രയാസമാണ്. ഇത്രയും ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അടുത്ത അതിലൊരു ആർക്കിടെക്റ്റിനെ വെച്ച് നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുന്നത്. ഇത് ഇറ്റ് ടേക്ക് അനദർ ഒരു 4 months എടുക്കും, അല്ലെങ്കിൽ 5 months എടുക്കും. നമ്മൾ ഒരു ആശയം പറയും, അതേ ഒരെണ്ണം വരച്ച് തരും, വീണ്ടും നമ്മളതിൽ ചേഞ്ച് പറയും. അപ്പോൾ അത് കഴിഞ്ഞു. ആ ആർക്കിടെക്റ്റിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പ്ലാൻ ഫൈനലൈസ് ചെയ്തു. ഇത് നമ്മൾ കോർപ്പറേഷനിലേക്കോ അല്ലെങ്കിൽ പഞ്ചായത്തിലേക്കോ വിട്ടു. അവിടെ ഈ വരച്ചു കൊടുക്കുന്ന അങ്ങനെ തന്നെ അപ്രൂവ് ചെയ്യണമെന്നില്ല. അവർ കുറേ ക്വറീസ് പറയും, കെട്ടിട നിർമ്മാണ ചട്ടമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയും. നമ്മുടെ ശ്രദ്ധയിലേക്ക് ചിലപ്പോൾ അപ്പോഴായിരിക്കും അത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തു നിന്നുള്ള സെറ്റ് ബാക്കിൻ്റെ ചില പോരായ്മ പറയാം. അപ്പോൾ വീണ്ടും നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ കുറയ്ക്കേണ്ടി വരും. അതായത് ഇത് പുറത്തോട്ട് കൂട്ടാൻ പറ്റത്തില്ല, അപ്പോൾ കുറയ്ക്കുക നിവൃത്തിയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ കണ്ട നമ്മുടെ സ്വപ്നത്തിലുള്ള ഒരു ഭവനമായിരിക്കണം എന്നില്ല, അവസാനം പെർമിറ്റ് കിട്ടി വെളി വരുമ്പോൾ അതിനകത്ത് കുറേയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്തു വരും. ഞാൻ പറയുന്നത് വീട് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു കോൺട്രാക്ടറെ കണ്ടുപിടിക്കണം. ഈ കോൺട്രാക്ടർ റേറ്റ് വാങ്ങിക്കണം. ഈ കോൺട്രാക്ടറുടെ അദ്ദേഹത്തിൻ്റെ ഒരു എഗ്രിമെൻറ്റ് വെക്കണം, അദ്ദേഹത്തിൻ്റെ അഡ്വാൻസ് കൊടുക്കണം, അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ പണിക്കാരെ മൊബിലൈസ് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കണം, പണിക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ കല്ലിട്ട് ഏറെക്കുറെ ഒരു 1.5 കൊല്ലം ഇതിൻ്റെ പുറകെ അടക്കണം. ഇതാര് സൂപ്പർവൈസ് ചെയ്യും? നിങ്ങൾക്ക് ഇതിനുള്ള ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഇല്ല. അപ്പോൾ നമ്മളൊരു സൂപ്പർവൈസർ വെക്കണം, അല്ലെങ്കിൽ കോൺട്രാക്ടർ പറയുന്നതെല്ലാം നമ്മൾ അപ്പാടെ വിശ്വസിക്കേണ്ടി വരും. ഇപ്പോൾ മാളവിക ഒരു വീട് ചെയ്യുന്നു, യു ആർ നോട്ട് എ ടെക്നിക്കൽ പേഴ്സൺ. അപ്പോൾ അതേ ഒരു കോൺട്രാക്ടർ പറയുന്നത് എന്താണോ നിങ്ങൾ വിശ്വസിക്കും കുറച്ച് നാളത്തേക്ക്. ഇവൻച്വലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് കണ്ടറിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപാട് സമയവും പൈസയും നമ്മുടെ ഇന്ന് പോയി കഴിയും. ഇത് കഴിഞ്ഞ് ഈ വീട് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ആർക്കിടെക്ട് വരച്ചിരിക്കുന്ന പോലെ തന്നെ ആയിരിക്കണം ഈ കോൺട്രാക്ടർ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ടെക്നിക്കലായിട്ട് അറിയില്ല. ഒരു 5-10 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം നമുക്ക് വന്നു എന്ന് വിചാരിക്കുക. ഇത് തിരിച്ച് TC കിട്ടാനായിട്ട് കോർപ്പറേഷനിലേക്ക് പോകുമ്പോൾ അവർ വന്ന് പിടിച്ചു നോക്കുമ്പോൾ ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പോൾ അവർ വയലേഷൻ എന്ന് പറഞ്ഞ് എഴുതി തന്നിട്ട് പോകും. ഇത് വീണ്ടും നമ്മൾ റെക്ടിഫൈ ചെയ്യാനായിട്ട് നടക്കണം. അപ്പോൾ റെക്ടിഫൈ ചെയ്യാനായിട്ട് നടക്കുമ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സമയം പോകുന്നു, നമ്മുടെ പൈസ പോകുന്നു, നമ്മുടെ സമാധാനം പോകുന്നു. ഇതിനകത്ത് ഈ ആദ്യത്തെ 2 സാധനങ്ങളും വലിയ കുഴപ്പമില്ല. അതായത് നമ്മുടെ സമയവും പൈസയും, നമുക്ക് നമ്മുടെ സമയമാണ്, നമ്മുടെ പൈസയാണ്. പക്ഷേ സമാധാനം പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിനെ കൂടെ ബാധിക്കും. നമുക്ക് ഉറക്കമില്ലാതെ വിഷയങ്ങൾ വരും, ചെറുതായിട്ട് BP വേരിയേഷൻ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പതുക്കെ നമ്മളല്ലാതായി തീരും. നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം ചെയ്യാൻ ഞാനിത് പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, അല്ല. പക്ഷെ ഇതിന്റെ ഇപ്പൊ നിങ്ങൾ ചോദിച്ചാൽ ഏറ്റവും ഇപ്പൊ നമ്മളൊരു നല്ല സിറ്റുവേഷൻ പറയാൻ നല്ല സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇപ്പം എന്താ പറയാ, ഒരു ബിൽഡറിന്റെ അടുത്ത് പോയി നമ്മളൊരു വീട് എടുക്കുന്നതിന്റെ പുറകിൽ ഇത്രയും കഥയുണ്ട് എന്നുള്ളതും കഥ തീർന്നിട്ടില്ല. അതെ, പറയൂ. അപ്പൊ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ഇപ്പൊ ഈ പറഞ്ഞ 4ാമത്തെ വിഷയം ഉണ്ടല്ലോ, ഈ ഉറക്കമില്ലായ്മ, BP, അങ്ങനെ വരുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ച് വരും. നമ്മളല്ലാതായി തീരും. നമ്മൾ ഈ ആവശ്യമില്ലാത്ത ആൾക്കാരോടെല്ലാം ദേഷ്യപ്പെടാനും വഴക്കിടാനും തുടങ്ങും. അപ്പം നമ്മൾ തന്നെ ആലോചിക്കും, ഈ വീട് ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ടാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ. പണ്ട് അങ്ങനെ പറയാറില്ലേ, വീട് ചെയ്യുന്നത് സമയം ദോഷം വരുമ്പോഴാണ്. ഒന്നിൽ ഈ സ്ഥലത്തിന് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഈ വീടിന് എന്തെങ്കിലും വാസ്തുദോഷം കാണും. അപ്പം നമ്മള് ഇത്തരത്തിലുള്ള ചിന്തകളിലേക്കൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഇത് നമ്മുടെ ജോലിയല്ല. അവനവൻ്റെ ജോലി അവനവൻ ചെയ്യാന്നുള്ള ഒരാശയത്തിൻ്റെ പുറത്താണ് നമ്മൾ എല്ലാ തരത്തിലുള്ള തൊഴിലുകളെയും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇപ്പം കൊല്ലൻ്റെ ജോലി കൊല്ലം ചെയ്യണം, ഇലക്ട്രീഷ്യൻ്റെ ജോലി ഇലക്ട്രീഷ്യൻ ചെയ്യണം. നമുക്കിതെല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല.
എത്ര ചെറിയ ജോലിയായാലും എത്ര വലിയ ജോലിയായാലും ഇന്നത്തെ കാലത്ത് പ്രൊഫഷണലിസം വളരെ ഒരു ആവശ്യമുള്ള ഘടകമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഒരു വീട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ആ നഗരത്തിൽ ഏറ്റവും പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് സമീപിക്കാവുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ബിൽഡേഴ്സ് തന്നെ. കാരണം ഈ നൂലാമാലകളെല്ലാം ഇവർ ഹാൻഡിൽ ചെയ്ത് ശീലവും തഴക്കവും പഴക്കവും വന്നവരായി ബിൽഡർമാരെന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും അവർ ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ തരുന്ന ഒരു സ്ഥലം, നിങ്ങൾ തരുന്ന ഡിസൈൻ, അതിലൊരു വീട് ചെയ്തു തരുന്ന കരാറുകാരൻ. ബിൽഡർ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ആകെപ്പാടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലാൻഡ് നേരത്തെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി പ്ലാനും ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ സെലക്ട് ചെയ്യാം, ഇഷ്ടമുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു സൂപ്പർ ബസാർ കയറുന്ന പോലെ ഉള്ള അവസ്ഥയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡുകൾ കാണും, ഇഷ്ടമുള്ള ലൊക്കേഷനിൽ ഇഷ്ടമുള്ള സൗകര്യങ്ങളുള്ള പ്രോജക്റ്റ് സെലക്ട് ചെയ്യാനുള്ള സൗകര്യം ഉള്ളപ്പോഴേ നമ്മൾ ഏറ്റവും പ്രിമിറ്റീവായിട്ട് ഞങ്ങൾ ഇനിയും ഭയങ്കരമായിട്ട് ഞങ്ങൾ വീട് വയ്ക്കും, ഞങ്ങൾ സ്ഥലം മേടിക്കും, വീട് വയ്ക്കും, ഞങ്ങൾ അതിൻ്റെ പുറകെ മെനക്കെടാൻ തയ്യാറാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്തിനാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ കിടക്കുമ്പോൾ ഒരു 1 or 2% ഓഫ് ആൾക്കാർക്കായിരിക്കും അങ്ങനെ ചെയ്യാനുള്ളൊരു ആവശ്യം വരിക അല്ലേ? അല്ല അതിന് മേലെയുള്ള ആൾക്കാർ ഇപ്പം നിലവിലുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇനി ഫ്യൂച്ചറിൽ അതും കാണത്തില്ല. കാരണം ഓരോ കൊല്ലം കഴിയുമ്പോഴും ആൾക്കാരുടെ ജീവിതശൈലി വീണ്ടും വീണ്ടും ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. നമുക്ക് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ജോലിയുണ്ട്, അവനവൻ്റെ ജോലി. പിന്നെ ശനിയും ഞായറും മാത്രമേ ഈ കോൺട്രാക്ടറെയും ബാക്കിയുള്ള ആൾക്കാരെല്ലാം കാണാനുള്ള സമയം കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ശനിയാഴ്ച പിള്ളേരെ കൊണ്ട് ഒരു സിനിമയ്ക്ക് പോവുക, ആഹാരം കഴിക്കുകയോ, അല്ലെങ്കിൽ ഒരു ഔട്ടിങ്ങിന് പോവുകയോ, അല്ലെങ്കിൽ നമ്മളൊരു ബന്ധു വീട്ടിൽ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ പോവുകയോ ഈ കോൺട്രാക്ടറെ പുറകെ നടക്കണമെന്നുള്ളത് നമ്മൾ ആലോചിക്കും. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതല്ല, പക്ഷേ അങ്ങനെ പ്രശ്നം ഉണ്ടായ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്, നിന്നുപോയ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. പിന്നെ അത് അവർ ആ സ്ഥലം വിറ്റിട്ട് ഫ്ലാറ്റിലേക്ക് മാറിയ ചരിത്രമൊക്കെ എനിക്കറിയാം. അങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടറിയാം. ഫ്ലാറ്റ് തന്നെ മേടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്. നിങ്ങളുടെ ലൈഫ് ഈസി ആവണോ അതോ കുറച്ച് നാൾ കോംപ്ലിക്കേറ്റഡ് ആവണോ എന്നുള്ളത് നമ്മൾ തന്നെ ആലോചിച്ചൊരു തീരുമാനം. എൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വുഡ് ബി നമ്മൾ കാണുന്നതാണ് നമുക്ക് കിട്ടുന്നത്. അതെ അതെ അതെ. ആ ഒരു നിങ്ങൾക്ക് അല്ല അങ്ങനല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളിൽ നിന്ന് നിങ്ങളൊരു ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അവർ പ്രോമിസ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അതിൽ യാതൊരു സംശയം വേണ്ട. കാരണം ആ പ്രോജക്റ്റിനകത്ത് ഇതെല്ലാം ഉൾപ്പെടുത്താൻ പറ്റുമെന്നുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1.5 കൊല്ലത്തെ റിസർച്ചിൻ്റെയും പ്ലാനിങ്ങിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമുക്കൊരു പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ ആ പ്രോജക്റ്റിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ആ പ്രോജക്റ്റിനകത്ത് ഈ ടൈം കൊണ്ട് ഇതെല്ലാം ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഏറ്റവും ക്രക്സിൽ വരുന്നത്, ഏറ്റവും കോറിൽ വരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ആ സാധനം, അതിനകത്ത് എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾ പ്രോമിസ് ചെയ്യുന്നുണ്ടോ ആ പ്രോമിസ് ചെയ്യുന്ന വിഷയങ്ങളെല്ലാം തന്നെ ആ പ്രോജക്റ്റിൽ കാണും. പിന്നെ ഇതിനകത്തൊരു ബ്രാൻഡിങ്ങിൻ്റെ വിഷയമുണ്ട്. ഇപ്പോൾ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കമ്പനിയുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെ കമ്പനി ഒരു 15 കൊല്ലമായിട്ട് ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡിലിരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ എൻ്റെ ഫാദർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് 45-46 കൊല്ലത്തെ എക്സ്പെർട്ടൈസ് ഉണ്ട്. അപ്പോൾ അവരെത്രയോ റിസഷൻ കണ്ടു. അവരെന്തെല്ലാം സാഹചര്യങ്ങൾ ഈ 45 കൊല്ലത്തിനകത്ത് ട്രിവാൻഡ്രത്തെ മാർക്കറ്റിൽ വരുന്ന കയറ്റിറക്കങ്ങളെല്ലാം അവർ കണ്ടു കഴിഞ്ഞു. അപ്പം നമുക്ക് അവരുടെ പ്രോപ്പറായിട്ടുള്ള അഡ്വൈസ് കിട്ടുന്നുണ്ട്, അതിൻ്റെ ഗൈഡൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ടെക്നോളജിയുടെ എല്ലാം നോഹോ അറിയാവുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. ഐ മീൻ വെരി സ്ട്രോങ് ടീം ഓഫ് പ്രൊഫഷണൽസ്. പിന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡാണ്. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്, ഇതിനെ ഒന്ന് ലീഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരാണ് ട്രിവാൻഡ്രത്തെ ഏറിയ പങ്ക് ബിൽഡർമാരും. അപ്പോൾ കോർഡണും അതിൽപ്പെട്ട ഒരു സ്ഥാപനമാണ്. അപ്പം നമ്മൾ എന്താണോ പ്രോമിസ് ചെയ്യുന്നത് നമ്മളത് എന്തായാലും കസ്റ്റമർക്ക് കൊടുത്തിരിക്കും എന്നുള്ളത് നമ്മുടെ മുന്നോട്ട് ഇതിനകത്ത് കസ്റ്റമറുടെ ടെസ്റ്റിമോണിയലാണ് ഏറ്റവും വലുത്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ പ്രോജക്റ്റുകളിലും റെസിഡൻസ് സൊല്യൂഷൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങളും കൂടെ ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ ഈ ഈ പ്രോജക്റ്റിൽ ഈ ടവർ ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഞാൻ അസോസിയേഷൻ്റെ. അപ്പോൾ എല്ലാ പ്രോജക്റ്റും നമ്മളിതുവരെ ഹാൻഡ് ഓവർ എല്ലാ പ്രോജക്റ്റിലും ഞാൻ അസോസിയേഷനിലുണ്ട്. അപ്പോൾ അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ അവർക്ക് നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കൊടുക്കാൻ നമുക്ക് അവരോട് നിന്ന് പഴയ്ക്കാൻ പറ്റത്തില്ല. കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ എത്ര കോടി രൂപ അഡ്വർടൈസ്മെൻറ്റ് ചിലവാക്കിയാലും ഒരു 10 ഡിസൈഡ്സായിട്ട് കസ്റ്റമർ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി തീർന്നെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർ നമ്മളെ അവരുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നമ്മളെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി അവർക്ക് എല്ലാവരും മറ്റേ ഈ ബിൽഡിംഗ് കംപ്ലീറ്റ് ആകുമ്പോഴല്ല വാങ്ങിക്കുന്നത്. കുറേ പേർക്ക് നമ്മളൊരു സ്വപ്നമാണ് വിൽക്കുന്നത്. ഒരു ബ്രോഷറൊക്കെ കാണിച്ച് ഇങ്ങനെ ഇരിക്കും നിങ്ങളുടെ ഭവനം. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് കാണും. അപ്പോൾ അവരും ചോദിക്കും ഇതിൽ ആ ഫെസിലിറ്റി ഉണ്ടോ, സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ. അപ്പോൾ ഉണ്ടെന്ന് നമ്മൾ കൊണ്ട് പറഞ്ഞേച്ച്
നാളെ അതില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചീറ്റിംഗ് അല്ലേ. അതെ. അപ്പം അങ്ങനെ നമ്മൾ ആരും പറ്റിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാറ്റഗറി ഓഫ് ബിൽഡേഴ്സ് എല്ലാം തന്നെ അവരെന്താണോ പ്രോമിസ് ചെയ്യുന്നത് അത് കൊടുക്കുന്നതുകൊണ്ടാണ് അടുത്ത പ്രോജക്റ്റിലേക്ക് പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ 1-2 പ്രോജക്റ്റ് നമ്മൾ നിർത്തേണ്ടി വരും. ഈ പറയുന്ന ആൾക്കാരും മണ്ടന്മാരല്ലല്ലോ. അവരെ ചതിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുമോ? അവർ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഏതെല്ലാം ലീഗൽ ഗ്രൗണ്ട്സിൽ പോകാൻ പറ്റുമോ അതെല്ലാം അവർ പോകും. പിന്നെ നമുക്ക് പിന്നെ ജോലി ചെയ്യാൻ സമയം കാണത്തില്ല, കേസ് പറയാനും സമയം കാണത്തില്ല. ഓക്കെ, നമ്മൾ ഒത്തിരി ബിൽഡിങ്ങിനെ പറ്റിയും കൺസ്ട്രക്ഷനെ പറ്റിയും ആളുകളുടെ ഇമോഷൻസിനെ പറ്റിയൊക്കെ പറഞ്ഞു. സംതിങ് ദാറ്റ് ഐ വുഡ് ലൈക്ക് യു ടു ഷെഡ് സം ലൈറ്റ് ഓൺ ഇസ് മാറി വരുന്ന ട്രിവാൻഡ്രത്തെ റിയൽ എസ്റ്റേറ്റ് ലാൻഡ്സ്കേപ്പിൻ്റെ. ബിക്കോസ് നമ്മളൊരു കഴിഞ്ഞ 20 വർഷം കൊണ്ട് കണ്ട ഒരു ചേഞ്ച് ട്രിവാൻഡ്രം സിറ്റിക്ക് ഉണ്ടായതുപോലെ കേരളത്തിൽ ഒരു സിറ്റിക്കും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ആസ് എ ബിൽഡർ, ആസ് എ പേഴ്സൺ ഹൂ ഇസ് പാർട്ട് ഓഫ് ദി റിയൽ എസ്റ്റേറ്റ് ബൂം ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, എന്താണ് വാട്ട് ഈസ് യോർ ആ ഒരു ഈ 20 വർഷത്തെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാട് എന്താണ്? അല്ല, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 20 വർഷം എന്നുള്ള നമ്മളൊരു കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 12 കൊല്ലം കൊണ്ട് ഡ്രാസ്റ്റിക്കായിട്ടുള്ള ചേഞ്ചസ് തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം വെച്ചാൽ തിരുവനന്തപുരത്ത് ഒരുപാട് ഗവൺമെൻറ് പ്രോജക്ട്സ് വന്നു. നമ്മുടെ വിഴിഞ്ഞം പോർട്ട്, അല്ലെങ്കിൽ ടെക്നോ പാർക്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസനങ്ങൾ, ട്രിവാൻഡ്രം ഒരു റിസർച്ച് ഹബ്ബായിട്ട് കൂടെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ആയി, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി വന്നു, നമുക്കിവിടെ തന്നെ ഐഷറായി. ഐഷറാക്കി ഇതിന് തൊട്ടടുത്തായി, ഈ പ്രോജക്റ്റിന് തൊട്ടടുത്താണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ISR ഓൾറെഡി ഇവിടെ ഉണ്ട്, PSSC ഉണ്ട്. ഇവരുടെ എല്ലാം സ്കെയിൽ ഓഫ് സാലറി ഭയങ്കരമായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പം ആൾക്കാർ സ്കെയിൽ ഓഫ് സാലറി വർദ്ധിപ്പിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആൾക്കാരുടെ സ്പെൻഡിങ് കപ്പാസിറ്റി കൂടും. അപ്പോൾ അവർ പൈസ വാങ്ങിച്ചിട്ട് അവർക്ക് എവിടെയെങ്കിലും ചിലവാക്കണമല്ലോ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് തിരുവനന്തപുരത്ത് ഭയങ്കരമായിട്ട് കൂടി. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ എത്രയോ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 7-8 പുതിയ സ്റ്റാർ ഹോട്ടൽസ് വരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി തന്നെ 8 ഉണ്ട്. 5 സ്റ്റാർ ഹോട്ടൽസ് ഒരു 7-8 പുതിയ പ്രോജക്ട്സ് വരുന്നു. വലിയ കൺവെൻഷൻ സെൻറ്റേഴ്സ് വരുന്നു. പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ലൈക്ക് ഈ പറഞ്ഞ ഡാറ്റാ സെൻറ്റേഴ്സിനുള്ള സ്ഥലങ്ങൾ ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഈ ലുലു പോലുള്ള വലിയ സ്ഥാപനങ്ങൾ മുമ്പോട്ട് വരുന്നു. ഈവൻ ലുലു മാളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കൊച്ചിയുടെ ഒരു കണക്ക്, ആദ്യം നമുക്ക് കൊച്ചിയിലാണല്ലോ ലുലു വന്നത്. ആ തിരുവനന്തപുരത്തെ ലുലു അവരുടെ കണക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-3.5 കൊല്ലം കൊണ്ട് അവർക്ക് ബ്രേക്ക് ഈവനായെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു കണക്കാണത്. അപ്പോൾ അവർ ലൈക്ക് ഒരു ദിവസം 1.5 ലക്ഷം പേരൊക്കെ വരുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ആൾക്കാർ എവിടെ നിന്ന് വരുന്നു? ഈ സമീപപ്രദേശങ്ങളിലെല്ലാം വരുന്നുണ്ട്. തിരുവനന്തപുരത്തെ ആൾക്കാർ മാത്രമല്ല, ഇത് കൊല്ലത്തു നിന്ന് വരുന്നുണ്ട്, പത്തനംതിട്ടയിൽ നിന്ന് വരുന്നുണ്ട്, നാഗർകോവിലിൽ നിന്ന് വരുന്നുണ്ട്, തിരുനെൽവേലിയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രദേശം ആക്ച്വലി ഒരു സർക്കിൾ ആയിട്ട് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിലും തിരുവനന്തപുരത്ത് മാത്രമല്ല അതിൻ്റെ പ്രയോജനം, തമിഴ്നാട്ടിലും പ്രയോജനമുണ്ട്. ഇപ്പോൾ ഈ തിരുവനന്തപുരം തമിഴ്നാടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബോർഡറിൽ 30 കിലോമീറ്ററേ ഉള്ളൂ. വലിയ റോഡുകളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അവിടെ സ്ഥലം കുറച്ചുകൂടെ നല്ല ചീപ്പായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് പാർട്ട് ആക്ച്വലി തമിഴ്നാടിനും ഇത് പ്രയോജനമായിട്ട് വരും, ഈ വിഴിഞ്ഞം പോർട്ട് വന്നു കഴിഞ്ഞാൽ. 2, ഇവിടെ ഇപ്പം മെട്രോ വരാൻ പോകുന്നു. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസർച്ച് സെൻറ്റേഴ്സ്, ഒരുപാട് റിസർച്ച് സെൻറ്റേഴ്സ് ഇപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തിരുവനന്തപുരത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് റിയൽ എസ്റ്റേറ്റ് തലത്തിൽ മാത്രമല്ല മാറിയിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആകും, കാരണം സ്ഥലവും കെട്ടിടവും ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. പക്ഷേ തിരുവനന്തപുരത്ത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ, നമുക്ക് ഈ മൈഗ്രൻ്റ് പോപ്പുലേഷൻ വളരെ കുറവുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. അൺലൈക്ക് കൊച്ചിയിൽ കുറച്ചുകൂടെ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. നേരത്തെ തന്നെ കൊച്ചി വളരെ സ്ട്രോങ് ആണ് ആ ഒരു കാര്യത്തിൽ. തിരുവനന്തപുരത്ത് ഇവിടെ തന്നെ താമസിക്കുന്ന, ഇവിടുത്തെ നേറ്റീവ്സ് ആയിട്ട് തന്നെ ആൾക്കാർ കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ വെളിയിൽ നിന്നുള്ള ആൾക്കാർ വന്നു തുടങ്ങി. ഇപ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കാനായിട്ട് തിരുവനന്തപുരത്ത് വന്നു തുടങ്ങി. ഏറ്റവും നല്ല ഹോസ്പിറ്റൽസും സ്കൂൾസും ഉള്ളത് തിരുവനന്തപുരത്താണ്. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ആസ്ട്രോ മെഡിസിറ്റി ഉണ്ട്, നമ്മുടെ കിംസ്, ഇപ്പോൾ ബ്ലാക്ക് സ്റ്റോണിൻ്റെ അമേരിക്കൻ്റെ ഉള്ള ഒരു ബാങ്ക് 10,000-3,000 കോടി രൂപ ചിലവാക്കി തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റൽ വാങ്ങിക്കണമെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാട് കാണുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്, ഗവൺമെൻറ് പ്രോജക്ട്സ് നടക്കുന്നുണ്ട്, ഹോസ്പിറ്റാലിറ്റിയിൽ വലിയ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. എഡ്യൂക്കേഷൻ സെക്ടേഴ്സിൽ നമുക്ക് വലിയ സ്കൂളുകളിലും വലിയ യൂണിവേഴ്സിറ്റീസും ഇവിടെ സ്ഥലം എടുത്തിട്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ എല്ലാ ടൂറിസത്തിലും, നേരത്തെ IT-യിൽ. അപ്പം ഞാൻ പറഞ്ഞത് റിയൽ എസ്റ്റേറ്റ് മാത്രം ഗ്രോത്ത് അല്ല, എല്ലാ സെക്ടറിലുള്ള ഗ്രോത്ത് തിരുവനന്തപുരം നഗരം ആദ്യമായിട്ട് കാണുകയാണ്.
2028 വിഴിഞ്ഞം പോർട്ടും കൂടെ ഫുൾ ഫ്ലഡ്ജഡ് ആയി കഴിഞ്ഞാൽ എൻ്റെ ഇത് ശരിയാണോ ഇല്ലെന്നുള്ള അറിയില്ല. പക്ഷെ ഞങ്ങളൊക്കെ സ്വപ്നം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗപ്പൂർ പോലെയോ ദുബായ് പോലെയുള്ള ഒരു വലിയ ഒരു വളരെ ഹെവി ബിസിനസ് നടക്കുന്ന നമുക്ക് ഒരു എന്തോ പറയുന്നത് ഒരു പോർട്ട് സിറ്റി കൺസെപ്റ്റിലേക്ക് തിരുവനന്തപുരം പെട്ടെന്ന് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ചെയ്യാനായിട്ട് ഏറ്റവും ഐഡിയൽ ടൈമാണ്. കാരണം ഇന്ന് ചെയ്തില്ലെങ്കിൽ ഇത് 3 ദിവസം കഴിയുമ്പോഴോ 3 മാസം കഴിയുമ്പോഴോ ഈ വിലയ്ക്ക് കിട്ടത്തില്ല. സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇന്നത്തെ വില 1 ലക്ഷം ആണെങ്കിൽ ശരി എന്നാൽ വില കൂടി നിൽക്കുകയല്ലേ 3 ദിവസം കഴിഞ്ഞ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ 1.5 ലക്ഷം രൂപയാവും. അപ്പോൾ റിയൽ എസ്റ്റേറ്റും അങ്ങനെ തന്നെ വസ്തുവിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുക. കാരണം വസ്തു നമ്മുടെ അളവിൽ കൂടുന്നില്ല. മൊത്തം 50 സെൻറ്റ് ഉണ്ടെങ്കിൽ ഈ 50 സെൻറ്റ് ഗ്രാജുവലി സമയം കഴിയുമ്പോൾ 52 സെൻറ്റായിട്ട് എക്സ്റ്റെൻഡ് ആവുന്നില്ല. അപ്പോൾ ആകെ ഇത്രേ വസ്തു ഉള്ളൂ. ആവശ്യക്കാർ കൂടുമ്പോൾ ഡിമാൻഡ് കൂടും, ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടും. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ തിരുവനന്തപുരം റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറ്റവും നല്ല നഗരങ്ങളിലൊന്നാണ്. ഞാൻ പറഞ്ഞ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല നഗരങ്ങളിലൊന്നാണ്. വെരി പ്രൈം എന്ന് തന്നെ പറയാം. കാരണം ഇത്രയും ഫാസ്റ്റ് ഒരു ഡെവലപ്മെൻറ്റ് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ റെറയുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്ലാറ്റുകൾ വിറ്റഴിക്കപ്പെടുന്നത് തിരുവനന്തപുരത്താണ്. നേരത്തെ ഏത് കൊച്ചിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നഗരമായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ യൂണിറ്റുകൾ വിറ്റഴിക്കപ്പെടുന്നത് ഇന്ന് തിരുവനന്തപുരമാണ്. കാരണം എന്തുകൊണ്ടാണ് ഈ മൈഗ്രേറ്റിംഗ് പോപ്പുലേഷൻ വന്നു തുടങ്ങി. ഈ വെളിയിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഇപ്പോൾ ഈ യുദ്ധം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വന്നപ്പോഴേക്കും പലരും ഫാമിലിയെ കയറ്റി വിട്ടു. അപ്പോൾ അവരിവിടെ വന്ന് ഏതെങ്കിലും നല്ല സ്കൂളുകളുടെ അടുത്തെല്ലാം ഫ്ലാറ്റുകൾ വാടകയ്ക്ക് എടുത്ത് തുടങ്ങി. ഫ്ലാറ്റുകൾ വാടകയ്ക്ക് എടുത്ത് തുടങ്ങുകയാണെങ്കിൽ അതൊരു ടെൻഡൻസിയാണ്. അതൊരു 3 കൊല്ലത്തിനകത്തൊരു അവർ വാങ്ങിച്ചിരിക്കും. ഐദർ അവർ ആ പ്രോജക്റ്റിൽ തന്നെ വാങ്ങാം. കാരണം അപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളും ബാക്കിയുള്ള ആൾക്കാരും എല്ലാമായിട്ട് ഒരു ലൈസനിങ് ആവും. ഒന്ന് ചിലപ്പോൾ ആ പ്രോജക്റ്റിൽ വാങ്ങാം. അതും അല്ലെങ്കിൽ അവർ ഇതേ ബിൽഡറുടെ തന്നെ വേറൊരു പ്രോജക്റ്റിൽ വാങ്ങും. കാരണം ഈ ഇതിലേക്ക് വരുമ്പോൾ ഒരു ടെനൻ്റായിട്ട് വരുമ്പോൾ ആ ബിൽഡറെ പറ്റി നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കും. അതിൽ നല്ലത് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ബിൽഡർ തന്നെ ഒരു ഫ്ലാറ്റ് അവർ വാങ്ങിക്കുന്ന രീതിയാണ് സാധാരണ കണ്ടുവരുന്നത്. ഞങ്ങളുടെയൊക്കെ പ്രോജക്റ്റിൽ അത് ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ തിരുവനന്തപുരത്ത് ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും 5 കൊല്ലത്തിനകത്ത് നല്ല റിട്ടേൺസ് കിട്ടും. ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറ്റവും പറ്റിയ സമയമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു 25 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് ചോദിക്കാൻ. നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ആയിട്ടുള്ളൂ. ബട്ട് ദെൻ ഐ തിങ്ക് വി ഹാവ് റൺ ഔട്ട് ഓഫ് ടൈം. ഞാൻ ഒരുപാട് സംസാരിച്ചു. നോ, ഐ തിങ്ക് ഇറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ ബിക്കോസ് ഒത്തിരി നമ്മൾ ഫ്രം എ ബിൽഡേഴ്സ് പെർസ്പെക്റ്റീവ് നമ്മൾ വളരെ കുറച്ചേ കേൾക്കാറുള്ളൂ. അപ്പം ഐ തിങ്ക് യു ഷെഡ് എ ലോട്ട് ഓഫ് ലൈറ്റ്. താങ്ക് യു സോ മച്ച്. ഐ റിയലി അപ്രീഷിയേറ്റ് വർക്ക് വിത്ത് മീ. അതെ ഞാനും ആദ്യമായിട്ട് മാളവികയ്ക്ക് താങ്ക്സ് പറയുന്നു. കാരണം ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ്.